ഇതിന്റെ പിന്നെ വിത്തോ അല്ലെങ്കിൽ വല്ലതും ചോദിച്ചാൽ കൊടുക്കാൻ തയ്യാറുണ്ട്? പ്രേക്ഷകർ ആരെങ്കിലും ഇത് കണ്ടിട്ട് ചിലപ്പോൾ ഒന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അത് കുറച്ചുകൂടെയൊക്കെ ക്ലിയർ ആയി പൊങ്ങി വരുമ്പോൾ ഞാനെടുത്ത് പാക്കറ്റിലാക്കും. തവണ ചൂടോ അതും ഇതൊക്കെ ഇട്ടുകൊണ്ട് പാക്കറ്റിലാക്കിയതിന് ശേഷം ആദ്യമൊക്കെ 1-2 ഒക്കെയാണ് കാച്ചിട്ട് നിറച്ച് പൂക്കും. പൂത്ത് കഴിഞ്ഞാൽ ഭയങ്കര കാണാൻ നല്ലൊരു സൗന്ദര്യം. ചേട്ടൻ തമാശയ്ക്ക് നട്ടണമെങ്കിൽ ഇപ്പോൾ ചേട്ടന് നല്ലൊരു വരുമാനം കിട്ടുന്നുണ്ട്. എല്ലാത്തിനേക്കാളും ഉപയോഗമുണ്ട്. കുറച്ച് വില കുറച്ച് വിറ്റോളി എന്ന് പറഞ്ഞാൽ അവര് വില കുറച്ച് വിൽക്കുന്നു. എനിക്ക് ഒരു 400 കിട്ടുന്നുണ്ട്. കിലോയ്ക്ക് കിട്ടുന്നുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മണം വന്നു കഴിഞ്ഞാൽ പഴമായി പിന്നെ ഒരാഴ്ച ഇരുന്നോളൂ. ചേട്ടന്റെ വീട് നിറച്ച് ഈ പറയുന്ന നമ്മുടെ നാട്ടിൽ നിന്നും കിട്ടാത്ത ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട്. അതായത് എല്ലാം സിംഗപ്പൂർ, മലേഷ്യ, തായ്ലാൻഡ് അവിടെ നിന്നെല്ലാം കൊണ്ടുവന്ന് നട്ട പിന്നെ ചെടികൾ കൃഷിയുള്ളതുകൊണ്ട് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. ശകലം മണം വന്നാൽ വിടൂലായിരുന്നു. ഫലമായിട്ട് കയ്യിലെടുത്ത് കൊണ്ടുവന്ന് അത് വിട്ടില്ല. നമസ്കാരം. ഞങ്ങൾ ഈയിടയ്ക്ക് ഈ ചെറുവള്ളിമുക്കുള്ള മൻസൂർ ഏട്ടൻ്റെ ഹോട്ടലിൽ പോയായിരുന്നു. അവിടെ ഈ നല്ല ഫുഡ് കൊടുക്കുന്നതൊക്കെ നമ്മൾ പോയത്. അവിടെ വെച്ച് മൻസൂർ ഏട്ടൻ എനിക്കൊരു പഴം പരിചയപ്പെടുത്തി, ദുരിയാൻ പഴം. ഇവിടെ ആകെ 2 പീസേ ഉള്ളായിരുന്നു. അപ്പോൾ ചേട്ടനോട് സംസാരിച്ചപ്പോൾ മനസ്സിലായത് ചേട്ടൻ്റെ വീട് നിറച്ച് ഈ പറയുന്ന നമ്മളെ നാട്ടിൽ നിന്നും കിട്ടാത്ത ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട്. അതായത് എല്ലാം സിംഗപ്പൂർ, മലേഷ്യ, തായ്ലാൻഡ് അവിടെ നിന്നെല്ലാം കൊണ്ടുവന്ന് നട്ട പിന്നെ ചെടികൾ ഇപ്പോൾ വളർന്ന് നല്ല പൊക്കമായി ഒരുപാട് വരുമാനം ചേട്ടൻ കിട്ടുന്നുണ്ട്. കാരണം ഈ ദുരിയാൻ പഴമൊക്കെ ശരിക്ക് നമ്മുടെ വലിയ വലിയ മാളുകളിൽ പോയി കഴിഞ്ഞാൽ 1000 രൂപയ്ക്കാണ് വാങ്ങിയാൽ കിട്ടുന്നത് കിലോ. ചേട്ടൻ കൊടുക്കുന്നത് 300 രൂപയ്ക്ക് കൊടുക്കുന്നത്. ചേട്ടൻ മൻസൂർ ഏട്ടൻ്റെ കൂടെ ഉണ്ട്. ചേട്ടാ ദീർഘകാലം പ്രവാസിയായിരുന്നു അല്ലേ? പ്രവാസിയായിരുന്നു. ഒരു 10-33 കൊല്ലം പ്രവാസിയായിരുന്നു. അവിടെ തിരിച്ചു വന്നിട്ട് എത്ര കാലമായി? തിരിച്ചു വന്നിട്ട് ആ കൊറോണ ടൈം വന്നിട്ട് വിസ ഉണ്ടായിരുന്നു, പോകാൻ പറ്റിയില്ല, പിന്നെ പോയില്ല. ചേട്ടൻ മലേഷ്യയിലുണ്ടായിരുന്നു അല്ലേ? മലേഷ്യയിലുണ്ടായിരുന്നു. ഈ ചെടികളെ കൊണ്ടുവന്ന് മലേഷ്യയിൽ നിന്നാണോ? ഇതിന്റെയൊക്കെ വിത്തെല്ലാം കൊണ്ടുവന്നതും. വിത്താണോ ചെടിയാണോ കൊണ്ടുവന്നത്? ഞാൻ പഴമാണ് കൊണ്ടുവന്നത്. പഴം ഫ്ലൈറ്റ് കയറ്റി കൊണ്ടുവരാൻ സമ്മതിക്കില്ല. ഭയങ്കര സ്മെല്ലാണ്. അത് ഒരു പ്രത്യേക രീതിയിൽ പാക്ക് ചെയ്ത് പൊട്ടി ചെയ്ത് കുപ്പിക്കകത്താക്കി പാക്ക് ചെയ്ത് പിന്നെ നമ്മളുടെ മാമന്മാരൊക്കെ അവിടെ ഉള്ള പോലീസുകാരൊക്കെ ഉണ്ടായിരുന്നു. അവർ കൊണ്ടുവന്ന് കാർഗോയിൽ ഇട്ട് തന്നു. ഞാൻ അന്ന് വന്നപ്പോഴത്തേക്ക് എൻ്റെ ക്യാമറമാൻ ഇങ്ങനെ പറഞ്ഞു, ദുരിയാൻ പഴം ഒന്നും ഒരിക്കലും ഫ്ലൈറ്റ് കയറ്റില്ല, അത്ര മണമാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇവര് പോലീസുകാരുള്ളതുകൊണ്ട് ഫ്രണ്ടിൽ അവർ തന്നെ വന്ന് ലഗേജിലിട്ട് മണം വെളിയിൽ വരാത്ത രീതിയിൽ കുപ്പിയിലിട്ട് പാക്ക് ചെയ്ത് സീൽ ചെയ്ത് മൊത്തം. ആണല്ലേ? എന്നിട്ട് ശകലം മണം വന്നാൽ വിടൂലായിരുന്നു. ഫലമായിട്ട് കയ്യിലെടുത്ത് കൊണ്ടുവന്നാൽ അത് വിട്ടില്ല. ഇതവരെ സപ്പോർട്ടിൽ ഇഞ്ഞു കൊണ്ടുവന്ന് ഞാൻ കുറച്ച് പൊക്കി വന്ന് അപ്പോൾ പുഴു മറ്റത് ഒന്നും കയറാതെ സംരക്ഷിച്ച് വളർന്ന് ശാലം മുങ്ങിയതിന് ശേഷം ഇത് കണക്ക് മാറ്റി നട്ട്. ഒന്നവിടെ ഒന്നിവിടെ 2 പിന്നെ ചേർന്ന് നിന്ന് ഇവിടെയാണ് വിത്തിട്ടത്. അത് 2 അങ്ങനെ തന്നെ അങ്ങ് വിട്ട്. എന്താണ് സ്ഥിതി എന്നറിയില്ല. പിന്നെ അതിലുണ്ട്, വീട്ടിന്റെ ബാക്കിലുണ്ട്, വീട്ടിന്റെ ഫ്രണ്ടിലുണ്ട്, അതുണ്ട്. ഇതില് ഇപ്പം ഒരു 1-2 കാക്കിയാ. ഇതും 2 മാത്രമേ കായ്ക്കാവുള്ളൂ. ബാക്കിയെല്ലാം കായ്ക്കുന്നുണ്ട്. ഇതെന്ത്? അത് കെട്ടി വെച്ചേക്കാണ്. അല്ല, ഇപ്പൊ ഇവിടെ എന്തെല്ലാം വെറൈറ്റി മരങ്ങളുണ്ട്? വലിയ സൈസ് പേരയ്ക്കാവുന്ന ഒരു പേരമരം ഉണ്ട്, ജാമ്പയുണ്ട്. ജാമ്പ കണ്ട ആദ്യത്തെ ഇതൊക്കെ ഇവിടെ കിട്ടുന്ന സാധനങ്ങളല്ലേ? ഇവിടെ കിട്ടുന്ന സാധനമാണ്. പിന്നെ ബാക്കിയുള്ള നമ്മുടെ വിദേശത്തുണ്ടോ? അവക്കാടോ ഊട്ടിന്ന് കൊണ്ടുവന്നാണ്. ഇഷ്ടം പോലെ കായുണ്ടായിരുന്നു. ആണല്ലേ? ഈ കൊല്ലം ഭയങ്കര വിലയല്ലേ? ഭയങ്കര വിലയാണ്. അത് ഇല്ല, ഉണ്ട സൈസും അല്ല, ഇത് നല്ല നീളമുള്ള സൈസ്. അതൊരു 4 പീസൊക്കെ വെച്ചാൽ തന്നെ 1 കിലോ കൂടുതൽ കാണും. ആണല്ലേ? അതും തരക്കേടില്ലാതെ ഉണ്ടാവുന്നുണ്ട്. അത് കണ്ട ഫ്രണ്ട് ഇപ്പോണ്ട് കാണാം. ഈ ദുരിയാൻ മരം പിന്നെ എത്ര എണ്ണം ഉണ്ട് ഇവിടെ? ഇത് ഇപ്പൊ എല്ലാം കൂടി 8-10 ഇവിടെ ഉണ്ട്. 8-10 ഇവിടെ തന്നെ ഉണ്ട്. ഇത് ഞാൻ വിചാരിച്ചത് ചെറിയ എന്തോ ചെടിയായിരിക്കും, ഇത്രയും പൊക്കത്തിലുള്ള. ഇതിന് നമ്മള് ഇത് ബഡ് ചെയ്യാത്തോണ്ട് ഒരു 10-50 കൊല്ലം നിന്ന് കായ്ക്കും. ബഡ് ചെയ്താൽ 5-6 കൊല്ലം കഴിയുമ്പോൾ അവിടെ നിന്ന് തന്നെ തരുമ്പം മലായിക്കാരെ പറഞ്ഞ് ഇത് ഇന്നാണ് സംഭവം, ബഡ് ചെയ്യണ്ട, ഇത് കണക്ക് നട്ട് കഴിഞ്ഞാൽ 5 കൊല്ലം 6 കൊല്ലം ആകുമ്പോൾ നല്ല വളമൊക്കെ ഇട്ട് കൊടുത്താൽ വളം ഇതേ ഉള്ളൂ. ചാണകമൊക്കെ മതി, ചാണകം ചാമ്പലും ഒക്കെ മതി. അല്ലാതെ ഇംഗ്ലീഷ് വളമൊന്നും വലുതായിട്ടൊന്നും വേണ്ട. ശരിക്കും ഇത് കായ്ക്കാൻ വേണ്ടി എത്ര വർഷം എടുക്കും? 6 കൊല്ലത്തിൽ കാച്ചിരും. എന്റെ ഇതൊക്കെ 6 കൊല്ലത്തിൽ കാച്ചു. 3-4 കൊല്ലം കൊണ്ട് കിലോ ചേട്ടൻ 300 കിലോ കൊടുക്കുന്നേ. ഇപ്പം അല്ല, ഞാൻ നല്ലൊക്കെ കൊടുക്കണത് അതല്ല, അവര് തരുന്നുണ്ട് വില, മാന്യമായിട്ട് വില വരുന്നു. മാന്യമായിട്ട് ഇപ്പൊ വില കുറച്ച് തന്നെ അവരും വിൽക്കുന്നത്. ഞാൻ പറഞ്ഞ് ഫ്രൂട്ട്സിന്റെ ഒരുപാടുണ്ട്, തീരുന്നവരങ്ങൾ ഇപ്പൊ സീസൺ അല്ലേ, കുറച്ച് വില കുറച്ച് വിറ്റോളി എന്ന് പറഞ്ഞാൽ അവര് വില കുറച്ച് വിൽക്കുന്നു. എനിക്ക് ഒരു 400 കിട്ടുന്നുണ്ട്. കിലോയ്ക്ക് കിട്ടുന്നുണ്ട്. അവര് തരുന്നുണ്ട്. അതിപ്പോ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഈ ചേട്ടൻ്റെ അന്ന് ദുരിയ പഴം കഴിച്ചതിന് ശേഷം എൻ്റെ ഒരു സുഹൃത്തിനോട് ഇത് പറഞ്ഞു. ഇപ്പോഴത്തേക്ക് അദ്ദേഹമാണ് എൻ്റെ പറഞ്ഞത്, ചേട്ടാ ഇത് പിന്നെ ലുലു മാളിലൊക്കെ കിലോയ്ക്ക് 1000 രൂപ ഉണ്ടെന്ന്. ഉണ്ട്. 1000-1200 സീസൺ കഴിയുമ്പോഴത്തേക്ക് തായ്ലൻഡിൽ നിന്നൊക്കെ വന്നിട്ട് അവർ വിൽക്കുന്നതൊക്കെ 1000-ന്റെ പുറത്ത് വിലയാവുന്നുണ്ട്. ഇപ്പൊ സീസൺ ആവുകൊണ്ട് ഞാനിവിടെ നിന്ന് അവർ പറയുന്നതിനനുസരിച്ച് എത്തിക്കുന്നുണ്ട്. അത് നല്ലൊരു സുഹൃത്ത് അവിടെ ഉണ്ട്. അതിന്റെ പർച്ചേസ് മാനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു വ്യക്തിയാണ്.
അപ്പോൾ പുള്ളിക്കാരനും പറഞ്ഞു കൊണ്ടുവരാം തീരുമ്പോൾ ഒരു സൈസിലുള്ള ഒരുപാട് വലിയ വെയിറ്റ് ഉള്ള എനിക്ക് 2.5-3 കിലോ വരെ വരുന്ന സാധനമുണ്ട്. പക്ഷേ ഞാൻ 2 കിലോ താഴെയുള്ളതാണ് അവർക്ക് എത്തിക്കുന്നത്. മറ്റത് ഇവിടെ വെച്ചിട്ട് നമ്മളെ സുഹൃത്തുക്കൾ അവരും വന്ന് 500-1000 രൂപ വെച്ച് പറഞ്ഞാലും മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. എനിക്ക് ഡെയിലിയും എങ്ങനെ പോയാലും ഇപ്പം വലിയ കായ കയറുന്നപ്പോഴത്തേക്ക് ഡെയിലി 3-4 എണ്ണമൊക്കെ കടയിൽ തന്നെ പോകും. പിന്നെ ആറ്റിങ്ങ 1-2 ഫ്രൂട്ട്സ് കടയിൽ കൊടുക്കുന്നുണ്ട്. അവരും ഓർഡർ എടുത്തിട്ട് ആവശ്യത്തിന് 2-4 ഒക്കെ അവരും ഡെയിലി വിൽക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇത് ഇപ്പോൾ ഒരു വരുമാനമായി തുടങ്ങി. ഇനി അടുത്തതല്ല ഇതിന്റെ 4 ഇരട്ടി കായ ഉണ്ടാവും. ആദ്യമൊക്കെ 1-2 ഒക്കെയാണ് കാച്ചിട്ട് നിറച്ച് പൂക്കും. പൂത്ത് കഴിഞ്ഞാൽ ഭയങ്കര കാണാൻ നല്ലൊരു സൗന്ദര്യമാണ്. അത് കഴിഞ്ഞിട്ട് അത് കുറെ പുഴുവൊക്കെ നമ്മളെ ഈ ഇതില്ലേ വവ്വാലിന്റെ ശല്യം കൂടുതലുണ്ട്. എവര് വന്ന് തേൻ കുടിക്കാതിരുന്നിട്ട് അടിച്ച് പാതി മുക്കാ പോവും. എന്തൊക്കെ ചെയ്ത് നോക്കിയിട്ട് അതിലൊരു ഗതി കിട്ടില്ല. കൂട്ടത്തോടെ വരും. ശരിക്കും നമ്മൾ താമസിച്ചല്ലേ കുറച്ച് 2-3 മാസം മുന്നേ വരാനുള്ള 1 മാസം മുമ്പേ. ഞാൻ ഇനി അടുത്ത സീസൺ ആകുമ്പോൾ നിങ്ങൾ അറിയിക്കാം. എല്ലാം വിളഞ്ഞിരിക്കുക തന്നെ. പറിച്ചു വെച്ചൊരു 3-4 ദിവസം കഴിയുമ്പോൾ മണം അടിച്ച് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മണം വന്നു കഴിഞ്ഞാൽ പഴമായി. പിന്നെ ഒരാഴ്ച ഇരുന്നോളും. ഒരാഴ്ച കഴിഞ്ഞിട്ട് ആരും പൊളിച്ച് തിന്നില്ലെങ്കിൽ എന്നെ മൂട് പൊട്ടി തുടങ്ങും. അപ്പോഴ് ലാസ്റ്റ് ഗ്രേഡിൽ തിന്നോളണം. ആരെങ്കിലും പിന്നെ ഇതിന്റെ പിന്നെ വിത്തോ അല്ലെങ്കിൽ ഇത് വല്ലതും ചോദിച്ചു കൊടുക്കാൻ തയ്യാറാണ്? കൊടുക്കാം. ഇപ്പൊ ഇനി പ്രേക്ഷകർ ആരെങ്കിലും ഇത് കണ്ടിട്ട് ചിലപ്പോൾ ഒന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അത് തന്നെ. ഇതിപ്പോ ഇതില് 3 മാസത്തിനെ ഞാൻ നല്ല തയ്യാക്കും. തയ്യാക്കി കഴിഞ്ഞാൽ പിന്നെ കൊടുക്കാം. നമ്മൾ ഈ ചേട്ടന്റെ കോൺടാക്ട് നമ്പർ ഒന്ന് പറയട്ടെ. 80 86 11 99 97. ഇത് കണ്ട പ്രേക്ഷകർ നമ്മളെ വിളിക്കും. നമുക്ക് എന്തായാലും കണ്ടിട്ട് എന്റെ ഫേസ്ബുക്കിന്റെ നെയിം എന്ന് പറയുന്ന മൻസൂർ മലായ. ഇതിൽ നോക്കിയാലും മതി. അതിൽ നോക്കിയാൽ നമ്പറുണ്ട് അതിനകത്ത് നമ്പറുണ്ട്. എല്ലാ ഡീറ്റെയിൽസും അതിലുണ്ട്. ശരി ഏട്ടാ. അതൊക്കെ അതാണ്ട് ഇതെല്ലാം ദുരിയാനാണ്. ഇപ്പൊ ഞാൻ അന്ന് തമാശക്ക് വെച്ചെങ്കിലും ഇപ്പൊ അത് ഉപയോഗത്തിൽപ്പെട്ടു. ഇപ്പൊ ചേട്ടൻ വരുമാനമായി. ഇനി അടുത്ത കൊല്ലം തൊട്ട് ഇതിന് ആളുകൾ അറിഞ്ഞു വരുമ്പോഴത്തേ ഇവിടെ നമ്മളെ കേരളത്തിൽ ഇതിന്റെ ഉപഭോക്താവ് കുറവാണെങ്കിലും ഇപ്പൊ ആളുകളൊക്കെ അതിന്റെ ഗുണം അങ്ങനെയാണെന്ന് പറയണത്. ഈ ഔഷധ ഫലമുണ്ട്. കുട്ടികളില്ലാത്തവർ ഇത് മേടിച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. അത് നെറ്റിൽ നിങ്ങൾ ഇംഗ്ലീഷിൽ പറയുന്ന ഇതുണ്ട്. ദുരിയാൻ തന്നെ DURIAN തന്നെ പേര്. എല്ലായിടത്തും അതേ പേര് തന്നെ. അല്ല വേറെ വ്യത്യാസമല്ല. ഇപ്പൊ കടയുടെ നട എഴുതിയാൽ പറഞ്ഞു കൊടുത്ത എഴുതിയ ഒരു വയ്യൂടെ ചേർത്തെന്നുള്ളതായിരുന്നു. അല്ലാതെ ശരിക്കും DURIAN അത് തന്നെ വേൾഡ് പേരും. അത് നെറ്റിലടിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഔഷധ ഗുണങ്ങൾ എന്തെന്ന് നല്ല നല്ല ഡോക്ടർമാർ വെള്ളക്കാരൊക്കെ പറയണേക്കാം. അവർക്ക് കണ്ടു കഴിഞ്ഞാൽ പറന്ന് മേടിക്കും. ഇതിനു മുമ്പ് ഞാൻ ഡ്രാഗൺ ഫ്രൂട്ട്സ് ചെയ്യുന്ന നമ്മുടെ ഒരു മെമ്പർ, നമ്മുടെ ഒരു കൗൺസിലറിൽ ഞാൻ അവനും കൗൺസിലർ വാർത്ത ചെയ്തിരുന്നു. അദ്ദേഹവും തമാശയ്ക്ക് തുടങ്ങിയിട്ട് ഇപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ഏരിയ മൊത്തം ഡ്രാഗൺ ഫ്രൂട്ടാണ്. അതുകൊണ്ട് മാത്രം അദ്ദേഹം ജീവിച്ചു പോകുന്നു. അതുപോലെ ചേട്ടൻ തമാശയ്ക്ക് കൊണ്ട് നട്ടണമെങ്കിൽ ഇപ്പോൾ ചേട്ടന് നല്ലൊരു വരുമാനം കിട്ടുന്നുണ്ട്. എല്ലാത്തിനേക്കാളും ഉപയോഗമുണ്ട്. എനിക്കിനിപ്പോൾ അവിടെ കുറേ തോട്ടമുണ്ട്. അവിടെ പാലത്തിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. അപ്പം അതിലെല്ലാം ഇത് കൃഷി ചെയ്യാനുള്ള പരിപാടിയിൽ ഇട്ടേക്കാണ്. അതിനാണ് നമ്മൾ ഇന്നലെ കണ്ട സ്റ്റാഫിനെ കൂടെ അവിടെ നിർത്തിയല്ലേ. അപ്പം ഞാൻ കണ്ട വിത്തൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട്. വരുന്നുണ്ട്. കണ്ട കുടിച്ച് വരുന്നില്ല. അത് പല രീതിക്കാണ് വരുന്നത്. കണ്ട നമ്മള് നേരെ മേളിലോട്ടൊന്നുമല്ല കുടിച്ച് വരുന്നത്. തല കുത്തിയൊക്കെ വന്നിട്ട് പിന്നെ ഒരു നൂരാക്കാം. പിന്നെ അത് അതിന്റെ ഏതാണ്ട് ഇത് കണ്ടില്ലേ, ഇതൊക്കെ അതിന്റെ വിത്താണ്. ഇവിടെ എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി അത് കുറച്ചുകൂടെ ഒക്കെ ക്ലിയർ ആയി പൊങ്ങി വരുമ്പോ ഞാനെടുത്ത് പാക്കറ്റിലാക്കും. ചവണി ചോറും അതും ഇതൊക്കെ ഇട്ടുകൊണ്ടേ പാക്കറ്റിലാക്കിയതിന് ശേഷം പിന്നെ അതിന് പരിഹരിച്ചെടുത്തു കഴിഞ്ഞാൽ അത് പൊങ്ങി വരും. പിന്നെ വിറ്റെങ്കിലേ മേടിച്ചോണ്ട് പോകണമെന്ന് ഉപയോഗം വരുള്ളൂ. അതുകൊണ്ട് അവിടെ എല്ലാം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ അരിയൊക്കെ കാണുന്നില്ലേ, അത് കിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പാക്കറ്റിലാക്കും. അപ്പൊ അതിന്റെ വിദ്യയൊക്കെ പഠിച്ചു കഴിഞ്ഞു. നെറ്റുള്ളതുകൊണ്ട് അതുകൊണ്ട് ആരുടെ പഠിക്കാൻ പോകണ്ട, നെറ്റ് നോക്കിയൊക്കെ പഠിക്കാം. ഈ പഴം മേടിച്ചോണ്ട് പോയിട്ട് നട്ടാ പൊടിക്കുമെന്ന് ചോദിച്ചാൽ അത് നിങ്ങളെ കഴിവുപോലെ ഇരിക്കുമെന്ന് പറയാനേ പറ്റുള്ളൂ. കാര്യം ഇത് സംരക്ഷിച്ചെടുക്കേണ്ടതുണ്ട്. മനസ്സിലായി. പിന്നെ ഇത് ഇടുമ്പോ തന്നെ ഇത്തിരി ഉറുമ്പൊടിയാ അത് ഇതൊക്കെ ഇട്ടില്ലെങ്കിൽ ആ പഴവും കുരുവും എല്ലാം കൂടെ ഉറുമ്പുന്നുണ്ട്. ഇപ്പൊ തോണ്ടി ഞാൻ 4 സൈഡിൽ അതിന്റെ സേഫ്റ്റിയൊക്കെ ചെയ്തിട്ടാണ് വെച്ചേക്കണത്. ഇനി എടുത്ത് കവറി കയറ്റുമ്പോൾ നമ്മൾ ചവരിച്ചോറും അതും ഇതും ചാമ്പലും ഒക്കെ ഇട്ടുകൊണ്ട് അതിനകത്ത് വെച്ച് നനച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ടക്കന കയറി വരും. 3 മാസം നല്ല തയ്യാവും. ഏതായാലും ചുരുങ്ങിയ കുറച്ച് സ്ഥലത്തിനകത്ത് അദ്ദേഹം പരീക്ഷണാർത്ഥം നടത്തിയ ആ കൃഷി കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ആ ഹോട്ടൽ നടത്തുന്നതിനേക്കാൾ ലാഭമാണ് അല്ലേ? അത് ആ കടയുള്ളതുകൊണ്ട് നമുക്ക് ഇത് അവിടെ തന്നെ സെയിലും ചെയ്യാം. പോകുന്ന കാണുന്നവർ മേടിക്കുന്നുണ്ട്, അവിടെ സെയിലും ആവുന്നുണ്ട്. നമ്മൾ ആ ഉച്ചയുള്ള ഊണും കൊടുത്തിട്ട് അതിൻ്റെ വരുമാനം ഇതുകൊണ്ട് നമ്മൾ സുഭിക്ഷമായിട്ട് ജീവിച്ചു പോകുന്നു. അല്ലാതെ മക്കളുണ്ട്, അവരെല്ലാവരും തരയൊക്കെ ചെയ്യും. പക്ഷെ നമുക്ക് വേണ്ട, ആരോഗ്യമുള്ളിടത്തോളം കാലം നമ്മൾ അധ്വാനിച്ച് അങ്ങ് പോവുക. അപ്പോൾ സമയം പോവും, നമ്മളെ ആരോഗ്യം നഷ്ടപ്പെടില്ല. ചേട്ടൻ്റെ ലൈഫ് എന്തായാലും പഠിപ്പിക്കുന്നത് ഒന്നും ചെറുതല്ല. നമ്മളൊരു പക്ഷേ
നമ്മുടെ ശ്രദ്ധയും കാര്യങ്ങളും നമുക്ക് പിന്നെ ജോലി ചെയ്യാനുള്ള ഒരു കഴിവും കൂടെ ഉണ്ടെങ്കിൽ കൂടുതൽ ശ്രദ്ധയാണ് വേണ്ടതല്ലേ? ശ്രദ്ധയാണ് വേണ്ടത്. അലസനായിട്ട് ജീവിക്കാൻ പാടില്ല. എല്ലാവരും ഇപ്പൊ ഗൾഫിൽ നിന്നൊക്കെ 10-15 കൊല്ലം വിദേശത്തൊക്കെ നിന്നാൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ വളത്തിന്റെ അവിടെ കുത്തിരിക്കുക, രാവിലെ പോയി ചായ കുടിക്കുക, അല്ലെങ്കിൽ വേറെങ്കിലും കറങ്ങി കിടക്കുക, ഇല്ലാത്ത പൈസ ചെലവഴിക്കുക. അപ്പൊ എന്നെ കൊണ്ട് അത് പറ്റൂല. ഞാൻ എപ്പോഴും ജോലി 10-13 വയസ്സ് മുതൽ പുറത്തിറങ്ങി ജോലി ചെയ്ത് അധ്വാനിച്ച് ജീവിച്ച് സഹോദരങ്ങളെയൊക്കെ നോക്കി അവരെയും ഇവരെയൊക്കെ നോക്കി. പിന്നെ മക്കള് 3 പെൺമക്കളുണ്ടായിരുന്നു. എൻ്റെ അധ്വാനത്തിൽ നിന്ന് അവർ പഠിച്ചു. MBA കാരുണ്ട്, BEdകാരുണ്ട്, എഞ്ചിനീയറുണ്ട്. അവരവരെ കാര്യങ്ങൾ നോക്കി ജീവിക്കുന്നു. ഒരു രണ്ടാമത്തെ മോളെന്ന് പറഞ്ഞാൽ യൂണിയൻ ബാങ്കിന്റെ മാനേജറാണ്. ചേട്ടൻ ഇപ്പൊ ഇത്രയും കൃഷി ഉള്ളതുകൊണ്ട് ഇപ്പം ഈ കൃഷി ഉള്ളതുകൊണ്ട് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നു. പിള്ളേരാരെയും ആശ്രയിക്കേണ്ട. എന്തായാലും ചേട്ടനെ മാതൃകയാക്കാൻ ശ്രമിക്കുക. ഒരു പക്ഷേ ഇതിൻ്റെ വിത്തെല്ലാം കിട്ടിക്കഴിഞ്ഞ് അത്യാവശ്യം നട്ട് വളർത്തിക്കഴിഞ്ഞാൽ 6 വർഷം കൊണ്ട് കായ്ക്കും. ഒരു കായ്ക്ക് വിപണിയിൽ ഏകദേശം 1 കിലോയ്ക്ക് വിപണിയിൽ ഏകദേശം 400-500 വില കിട്ടും. ഇത് സാധനം നമ്മൾ ഏതെങ്കിലും മാളിൽ നിന്ന് വാങ്ങിക്കാൻ പോലെ 1000 രൂപ കൊടുക്കേണ്ടി വരും. ഇതൊരു നല്ല ഉദ്യോഗമാണ്. അതുകൊണ്ട് കഴിയുന്നുള്ളവരൊക്കെ അത് ചെയ്തു നോക്കുക. വിസ്മയത്തിനുവേണ്ടി ക്യാമറമാൻ അനീഷിനൊപ്പം സുജിത്ത് മാരാർ സൈനിങ് ഓഫ്.